റസൂലില്ലാഹി, സൂക്ഷിച്ചോളണം ഞാൻ റസൂലുള്ളാന്റെ ആളാണെന്ന് പറഞ്ഞപ്പോ സിംഹം തലയും താഴ്ത്തിയിട്ട് അംഗരക്ഷകനായത് മിസ്കാത്തിൽ ഓതിയിട്ടില്ലേ മുതഅല്ലിമീങ്ങളെ? അത് സഹാബത്തിന്റെ കറാമത്തല്ലേ? ഇത് താബിഈയായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ കറാമത്താണ്. സിംഹമതാ സെക്യൂരിറ്റിയായി നിൽക്കുന്നു. മഹാനവറുകൾ നിസ്കാരത്തിൽ തന്നെ നേരം വെളുത്തു. സുബഹിയൊക്കെ കഴിഞ്ഞ് നേരം വെളുത്തപ്പോ അവരെല്ലാവരും ആ ക്രിസ്തീയ പുരോഹിതന്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അവര് വന്നിട്ടതാ സഈദ് ഇബ്നു ജുബൈർ തങ്ങളെ കൈപിടിച്ച് ചുംബിക്കുന്നു. അവരതാ തൊട്ട കൈകൊണ്ട് സ്വന്തം മുഖം തടകുന്നു. അതിന്റെ പുറമെ മഹാനവറുകൾ നിസ്കരിക്കാൻ നിന്ന മണ്ണ്, ആ മണ്ണ് കൈകൊണ്ട് തൊട്ടിട്ട് ശരീരത്തിൽ തടകുന്നു. ഇമാം നവവി റളിയല്ലാഹു അൻഹു ദർസ് നടത്തിയ സ്ഥലത്ത് ദർസ് നടത്താൻ വേണ്ടി ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു നവവി ഇമാമിന്റെ വഫാത്തിന് ശേഷം വന്നപ്പോൾ ഇമാം നവവി റളിയല്ലാഹു അൻഹു ഇരുന്ന സ്ഥലത്തുള്ള മണ്ണ് ബറക്കത്തിന് വേണ്ടി കിട്ടാൻ മുഖം വെച്ചിട്ടതാ ചുംബിച്ചില്ലേ? ഇമാമിങ്ങൾ വല്ലാതെ ബറക്കത്തിൽ വിശ്വസിക്കുന്നവരല്ലേ? ഫീ വഫീ ദാരിൽ ഹദീസി ലതീഫു മനാ ലഹാ അസ്ബു വആവി എന്ന് പറഞ്ഞ് സുബ്കി ഇമാം റളിയല്ലാഹു അൻഹു നവവി ഇമാം ദർസ് നടത്തുമ്പോൾ ഇരുന്ന സ്ഥലത്ത് പോയിട്ട് അവിടുത്തെ കബിൾത്തടം വെച്ച് ചുംബിച്ചത് ചരിത്രത്തിലില്ലേ? ഇമാമിങ്ങളൊക്കെ മഹാന്മാര് തൊട്ട സ്ഥലം കൊണ്ട് ബറക്കത്തെടുക്കുകയല്ലേ? ഈ ആളുകളൊക്കെ വന്നിട്ട് ബഹുമാനപ്പെട്ട സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു ന്റെ കാല് തൊട്ട മണ്ണ് അതാ ബറക്കത്തിന് വേണ്ടി മുഖത്ത് പുരട്ടുന്നു. എന്നിട്ട് ഈ വന്ന പട്ടാളക്കാര് പറയുന്നു, കുല്ലുനാ അബീദുക ഫിദാഉക യാ സഈദ്, നിങ്ങളുടെ അടിമയെ പോലെയാണ് ഞങ്ങൾ നിങ്ങൾക്ക് യാതൊരു കുന്നും ചെയ്യാൻ വേണ്ടി വന്നവരല്ല, പൊരുത്തപ്പെടണേ. വയാ ഹസ്റത്താ അലാ മൻ യഖ്തുലു മിസ്ലക ബിയദിഹി, നിങ്ങളെ പോലത്തെ ഒരു മഹാനെ കൊല്ലുന്ന ഹതഭാഗ്യന്റെ കഥ പറയേണ്ടതുണ്ടോ? പക്ഷേ ഞങ്ങളൊരു സങ്കടം പറയട്ടെ, നിങ്ങളെ പിടിച്ചുകൊണ്ടുവരാനാണ് ഗവർണർ ഉത്തരം വിട്ടത്. അതുകൊണ്ട് അതാ ഞങ്ങളെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഞങ്ങൾ വന്നത്, ഞങ്ങളെ കൊണ്ട് സത്യം ചെയ്യിപ്പിച്ചിട്ടാണ് ഞങ്ങളെ വിട്ടത്. അതുകൊണ്ട് നിങ്ങളെ കണ്ട വിവരം പറയാതെ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ ഞങ്ങളോട് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു വിഷയവുമില്ല. ലൗ യഖ്തുലുനാ ജമീഅൻ ഫലാ യുബാലി ബിമൗത്തിനാ. ഓ സഈദ് ഇബ്നു ജുബൈർ, നിങ്ങൾ ഞങ്ങളോട് പറയുകയാണോ എന്നെ കണ്ട വിവരം പറയണ്ട, എന്നാ ഞങ്ങളെ ഒക്കെ അങ്ങ് കൊന്നുപോകുന്നത് ഞങ്ങൾക്കൊരു പ്രശ്നമല്ല, ഞങ്ങൾ പോയിട്ട് നിങ്ങളെ കണ്ട വിവരം തന്നെ പറയൂല. ബഹുമാനപ്പെട്ട ഞങ്ങളെ കൊല്ലുന്നത് ഞങ്ങൾക്ക് പ്രശ്നമല്ല. സഈദ് ഇബ്നു ജുബൈർ തങ്ങളുടെ മറുപടി, ലാ ഉരീദു അൻ യസ്തദിറ അഹദുൻ ബിസബബി, എന്റെ കാരണം കൊണ്ട് ഒരാൾക്കും ഒരു പ്രയാസമുണ്ടാകുന്നത് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എനിക്ക് വേണ്ടി നിങ്ങളെ കൊല്ലപ്പെട്ടുകൂടാ, എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേദനിച്ചുകൂടാ. വലാ റാദ്ദ ലിഖളാഇല്ലാ, പടച്ചവന്റെ വിധി തടുക്കുന്നവനില്ല. പടച്ചവന്റെ വിധി തൃപ്തിപ്പെട്ട് സ്വീകരിക്കുന്നവനാണ് ഞാൻ. നിങ്ങളെ കൂടെ ഞാനും വരാം. സുബ്ഹാനല്ലാഹ്. നടന്ന് വാസിത എന്ന് പറയുന്ന പട്ടണത്തിന്റെ സമീപത്തെത്തിയപ്പോ മഹാനവറുകൾ പറഞ്ഞു, ഓ കൂട്ടാളികളെ, കുറെ ദിവസമായില്ലേ നമ്മൾ സഞ്ചരിക്കുന്നു, നിങ്ങൾ ഞാനും കൂട്ടായി കുറച്ച് ദിവസം ജീവിച്ചില്ലേ, അതുകൊണ്ട് നിങ്ങളൊക്കെ എനിക്ക് പൊരുത്തപ്പെടണം. സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, മഹാന്മാരെ മനസ്സു നോക്കൂ മൂമിനെ, അങ്ങോട്ടും ഇങ്ങോട്ടും പല കുറ്റവും കുറവും പറഞ്ഞ് തെറ്റിയിട്ട് അതാ പരസ്പരം നന്നായതിനു ശേഷവും പിന്നെയും അവന്റെ കുറ്റം പറയുന്ന ചിലരില്ലേ, പിന്നെയും വൈരാഗ്യം തീരാത്തവരില്ലേ, പിന്നെയും വിദ്വേഷം തീരാത്തവരില്ലേ, പിന്നെയും വഴക്കും വക്കാടവും അടിക്കുന്നവരില്ലേ. മഹാന്മാര് സ്വർഗത്തിൽ കിടക്കുന്ന മഹാന്മാരെ നോക്കി പഠിക്കണ്ടേ? പറയുകയാണ്, നിങ്ങൾ എനിക്ക് പൊരുത്തപ്പെടണേ. അതേ, എന്റെ അജലി, എന്റെ മരണം അടുത്തിട്ടുണ്ടെന്ന് എനിക്ക് വിവരം കിട്ടിയിട്ടുണ്ട്, ഞാൻ രക്ഷപ്പെടൂല എന്നും എനിക്ക് വിവരം കിട്ടിയിട്ടുണ്ട്. അതിനാൽ ഈ രാത്രിയിൽ നിങ്ങളൊന്ന് എനിക്ക് അവസരം തരണം, ഞാനൊന്ന് എന്റെ കാര്യങ്ങളൊക്കെ എന്റെ റബ്ബിന്റെ മുമ്പിൽ ഒന്ന് അവതരിപ്പിക്കട്ടെ, ഞാനൊന്ന് യാത്രക്ക് വേണ്ടി ഒന്ന് ഒരുങ്ങട്ടെ, പടച്ചവനിലേക്കുള്ള യാത്രക്ക് ഞാനൊന്നൊരുങ്ങട്ടെ.
സുബ്ഹാനല്ലാഹ്, ഞാനൊന്നെന്റെ പാപങ്ങൾക്ക് റബ്ബിനോടൊന്ന് കാരണം ബോധിപ്പിക്കട്ടെ. ഞാൻ എന്റെ രാജാവിനോട് എന്റെ സങ്കടങ്ങളൊന്ന് പറയട്ടെ. യുഹവ്വിനു അലയ്യ സകറാത്തിൽ മൗത്ത്, മരണത്തിന്റെ വേദന എനിക്ക് റബ്ബൊന്ന് അതാ ഇളവ് ചെയ്ത് തരാൽ ഞാനൊന്നെന്റെ യാത്രയൊന്ന് നന്നാക്കട്ടെ. ഈ രാത്രി നിങ്ങളൊന്ന് എനിക്ക് വിട്ടുതരൂ. എനിക്ക് ഖബറിൽ മുൻകർ നക്കീർ അലൈഹിസ്സലാമിന്റെ ചോദ്യവും ഖബറിലെ അദാബും ഒക്കെ ഒന്ന് അതാ അല്ലാഹു ഒഴിവാക്കി തരാൽ, ചോദ്യത്തിന് മറുപടി കൊടുക്കാൽ നിങ്ങളൊന്ന് ഈ രാത്രി എനിക്ക് ഒഴിവാക്കി തരൂ. ഇതങ്ങ് പറഞ്ഞപ്പോ പിടിച്ചു കൊണ്ടുപോകുന്ന ആളുകൾ മുഴുവനും പൊട്ടിയങ്ങ് കരഞ്ഞിട്ട് ചോദിക്കുന്നു, ഇങ്ങനെ ജീവിക്കുന്ന നിങ്ങൾക്ക് ഇത്രയും പടച്ച റബ്ബിനെ ഭയമാണെങ്കിൽ നിങ്ങൾ ദുനിയാവിന്റെ കാര്യങ്ങളിലേക്കൊന്നും ഖൽബ് കടന്നു പോകാതെ ഇത്രയും ഇബാദത്തിൽ ജീവിക്കുന്ന നിങ്ങൾ ഇങ്ങനെ ഭയപ്പെടുകയാണെങ്കിൽ ഒരു വിവരവുമില്ലാതെ ഒരുപാട് തെറ്റുകുറ്റങ്ങളുമായി പോകുന്ന ഞങ്ങളുടെ അവസ്ഥ എന്താണ്? സഈദ് ഇബ്നു ജുബൈർ ആ മഹാത്മാ അവിടെ വെച്ച് തൗബ ചെയ്തുകൊണ്ട് ചോദിക്കുകയാണ്, പിടിച്ചുകൊണ്ടുപോകാൻ വന്നവരുടെ മനസ്സൊക്കെയും അള്ളാഹുവിലേക്ക് തിരിഞ്ഞുപോയി. മഹാന്മങ്ങര സദസ്സിന്റെ ബറക്കത്തല്ലേ അത്. ബഹുമാനപ്പെട്ട സഈദ് ഇബ്നു ജുബൈർ തങ്ങൾ അന്ന് രാത്രി മുഴുവനും വളുവെടുത്ത് കുളിച്ച് മുഴുവനും ദിക്റിലും ദുആയിലും നിസ്കാരത്തിലും റബ്ബിനോട് മാപ്പ് ചോദിക്കുന്നതിലും തന്നെ പിറ്റേന്ന് രാവിലെ അതാ ടൗണിന്റെ ഭാഗത്തേക്ക് മഹാനവറുകൾ അവരുടെ കൂടെ അങ്ങ് ചെന്നപ്പോ ഹജ്ജാജ് ഇബ്നു യൂസുഫ് എന്ന് പറയുന്ന അധികാരിയായ ഭരണാധികാരിയോട് സഈദ് ഇബ്നു ജുബൈറിനെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന വിവരം കിട്ടിയപ്പോൾ ഹജ്ജാജിന്റെ സമീപത്ത് ഈ 10-20 ആളുകൾ ചെന്ന് പറയുന്നു, ഹജ്ജാജേ, നിങ്ങൾ കരുതിയതുപോലെ കൊല്ലപ്പെടേണ്ട മനുഷ്യനല്ലത്, കുറ്റം പറയേണ്ട മനുഷ്യനല്ലത്, അദ്ദേഹത്തിന്റെ കറാമത്തുകൾ എത്രയാണ് ഞങ്ങൾ കണ്ടത് എന്ന് പറഞ്ഞ് വിവരങ്ങൾ ഓരോന്നങ്ങ് വിവരിച്ചു കൊടുത്തപ്പോ ഹജ്ജാജിന്റെ മറുപടി, അവനെ ഇങ്ങോട്ട് കടത്തിക്കൊണ്ടുവരൂ, ഞാനിപ്പോൾ അതൊന്നും ചോദിക്കുന്നില്ല, അവനെ കടത്തിക്കൊണ്ടുവരൂ. വെളിച്ചം അല്ല കൊടുക്കണ്ടേ, മനസ്സ് അല്ലാഹു തആല നന്നാക്കണ്ടേ. റബ്ബേ, ഞങ്ങളെ എല്ലാവരും മനസ്സും നീ നന്നാക്കി തരണം റഹ്മാനേ. കടുത്ത മനസ്സ് ഞങ്ങൾക്ക് ആർക്കും നീ തന്നേക്കരുത് റഹ്മാനേ. ബഹുമാനപ്പെട്ട സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹുവിനെ കൊണ്ടുപോയി അവന്റെ മുമ്പിൽ അങ്ങ് നിർത്തിയപ്പോ ഇവൻ ചോദിച്ചു, മസ്മുക നിന്റെ പേരെന്താണെടോ? സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, സഈദ് ഇബ്നു ജുബൈർ. ഹജ്ജാജിനത് പിടിച്ചില്ല. സഈദ് എന്ന വാക്കിന്റെ അർത്ഥം വിജയി എന്നാണ്. അതവന് പിടിച്ചില്ല. അവൻ ഉടനെ തന്നെ പറഞ്ഞു, ബൽ ശഖീ ഇബ്നു ഖുസൈർ, നിന്റെ പേര് ശഖീ, പരാജിതൻ എന്നാണ്. മഹാനായ സഈദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, സമ്മത്തിനി ഉമ്മി ഹാദൽ ഇസ്മ, എന്റെ ഉമ്മ എനിക്കിതാണ് പേര് വെച്ചത്, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പ ഹജ്ജാജ് പറഞ്ഞു, അന്ത ശഖീയുൻ വഉമ്മുക കദാലിക, നീയും പരാജയപ്പെടാണ്, നിന്റെ ഉമ്മയും അങ്ങനെ തന്നെയാണ്. സഈദ് റളിയല്ലാഹു അൻഹു ഉടനെ തന്നെ പറഞ്ഞു, അല്ലിൽ ഇൻദല്ലാഹ്, വിജയിച്ചവൻ ആരാണ്, പരാജയപ്പെട്ടവൻ ആരാണ്, അതിന്റെ വിവരം അല്ലാഹുവിന്റെ അടുക്കലാണ്. ഹുവ അഅലമു ബിഅഹ്വാലിൽ ഇബാദി മിന ശഖീ വമിന സഈദ്, ആരാണ് വിജയിച്ചവൻ ആരാണ് പരാജയപ്പെട്ടവൻ വിവരം അല്ലാഹുവിന്റെ അടുക്കലാണ്. സുബ്ഹാനല്ലാഹ്. ആ സമയത്ത് ഹജ്ജാജിനൊന്നും പിടുത്തം കിട്ടിയില്ലല്ലോ. ആ സമയത്ത് രണ്ടാമത്തെ ചോദ്യം, മാ തഖൂലു ഫീ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി, മുഹമ്മദ് നബിയെ പറ്റി നിന്റെ അഭിപ്രായം എന്താ? മഹാനായ സഈദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദ്ഹ് കുറേ അങ്ങ് പറഞ്ഞു, നബിയും ബിൽ ഹഖ് വഹാദിൽ ഖൽഖ് ബിസ്സിദ്ഖി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലിന്റെ മദ്ഹ് അങ്ങ് പറഞ്ഞപ്പോ സുബ്ഹാനല്ലാഹ്, ഈ അക്രമിയായ മനുഷ്യന്റെ മനസ്സിലുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി ഇയാൾ ബഹുമാനിക്കുന്നില്ലെന്ന് മറ്റുള്ളവർക്ക് തോന്നിപ്പിക്കണമെന്നതാണ്. സുബ്ഹാനല്ലാഹ്, നല്ല മറുപടി അങ്ങ് കൊടുത്തപ്പോ രണ്ടാമത്തെ, മാ തഖൂലു ഫീ അബീബക്കർ, അബൂബക്കർ റളിയല്ലാഹു അൻഹു പറ്റിന്റെ അഭിപ്രായം എന്താ? ഉടനെ തന്നെ മഹാനവറുകൾ പറഞ്ഞു, സാനീഹി ബിൽ ഗാർ, നബി തങ്ങളുടെ കൂടെ ഗുഹയിലുണ്ടായ രണ്ടാമനാണത്. വഖലീഫത്തുഹു ഫീ ഉമ്മത്തിഹി, റസൂലുള്ളാഹിന്റെ ഉമ്മത്തുള്ള പ്രതിനിധിയാണത് തങ്ങളെ ശേഷം. ചോദിച്ചു, ഉമറിനെ പറ്റി നീ എന്ത് പറയുന്നു? നാസിറുദ്ദീനില്ലാഹി വമുഈനുൽ ഇസ്ലാം, അല്ലാഹുവിന്റെ ദീനിനെ സഹായിച്ച, ഇസ്ലാമിനെ സഹായിച്ച മഹാൻ. ഉസ്മാനെ പറ്റി നീ എന്ത് പറയുന്നു? സുബ്ഹാനല്ലാഹ്, ഇസ്ലാമിൽ കടക്കുന്നതിന് മുമ്പോ ശേഷമോ ഒരു വ്യഭിചാരമോ ഹറാമോ ചെയ്യാതെ, ഒരാളെയും ആക്രമിക്കാതെ, തീവ്രവാദികളായ ആളുകൾ അക്രമത്തിലൂടെ കൊന്നുകളഞ്ഞ ഷഹീദാണത്. അല്ലാഹുവിന്റെ മഹാന്മാർക്ക് ധാരാളമായി ചെലവഴിച്ച, കിട്ടിയ പണം ധാരാളം ചെലവഴിച്ച മഹാനാണത്. ചോദിച്ചു, അലിയെ പറ്റി നിന്റെ അഭിപ്രായം എന്താണ്?
ഉടനെ തന്നെ പറഞ്ഞു ബാബുൽ ഇൽമി വഅഫ്ളലുൻ നാസി ഫിൽ ഇൽമി വൽ ഹിൽം സൗജുൽ ബതൂൽ ഫാത്തിമത്തു സഹ്റാ സിഹ്റു ഖാതിമിൽ അംബിയാ. ഇൽമിന്റെ കവാടമല്ലേ, ജനങ്ങളിൽ വലിയ ഇൽമും വല്ലാത്ത സഹനവുമുള്ള മഹാനല്ലേ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ഭർത്താവല്ലേ, അല്ലാഹുവിന്റെ റസൂലിന്റെ പുതിയാപ്പിളയല്ലേ. ചോദിച്ചു മാ തഖൂലു ഫീ മുആവിയ, മുആവിയെ പറ്റി നിന്റെ അഭിപ്രായം എന്താണ്? കാന സാഹിബ നബിയ്യിൻ വ കാതിബ വഹി, അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബിയല്ലേ, വഹി എഴുതിയ മഹാനല്ലേ. ഒന്നും പറയാൻ കിട്ടാതെ വന്നപ്പോ, ചോദിച്ചതിന്റെ മറുപടിയിൽ ഒന്നും പിടുത്തം കിട്ടാതെ വന്നപ്പോ കൊല്ലണമെന്ന് ചിന്തിക്കുന്ന ഭരണാധികാരി ഉടനെ തന്നെ പറയുകയാണ് അൽവൈലു ലക യാ സഈദ്, സഈദേ നാശമാണ് നിനക്ക്, സഈദേ നാശമാണ് നിനക്ക് എന്ന് പറഞ്ഞപ്പോൾ സഈദ് റളിയല്ലാഹു അൻഹു മറുപടി അൽവൈലു ലിമൻ തഅഖറ അനിൽ ജന്നതി വസ്തഹഖന്നാർ. എടോ, നാശമെന്ന് പറയുന്നത് അതേ സ്വർഗത്തിലെത്താൻ വൈകിപ്പോയവൻ, നരകത്തിനർഹനായവൻ, അവനാണ് നാശം കേട്ടോ. അപ്പോൾ ഈ ഹജ്ജാജിന്റെ മറുപടി നഖ്തുലുക യാ സഈദ്, നിന്നെ ഞാൻ കൊല്ലും സഈദേ. ഫഖ്തർ മാ ശിഅത മിൻ അൻവാഇൽ ഖത്ലി, നിന്നെ എങ്ങനെ കൊല്ലണമെന്ന് നീ തന്നെ തിരഞ്ഞെടുത്തോ, എങ്ങനെ കൊല്ലണം ഞാൻ. സഈദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു അൽ ഇഖ്തിയാറു ലക, നിന്റെ ഇഷ്ടം പോലെ കൊന്നടോ. ഫൈനൽ ഖിസാസ അലൈക, കാരണം എന്തുകൊണ്ട്? അതാ കൊല്ലുന്നവനെ പകരം കൊല്ലുമല്ലോ. അങ്ങനെ വരുമ്പോൾ പകരം നിന്നെയല്ലേ റബ്ബ് ശിക്ഷിക്കേണ്ടത്. നിനക്ക് ഏത് ശിക്ഷയാണോ വേണ്ടത് അതുപോലത്തെ കൊല്ലൽ നീ എന്നെ കൊന്നോ. ഫൈന്നക മാ തഅമലു ഫി ദുനിയാ യുജാസി ബിക യൗമൽ ഖിയാമ കമാ തദീനു തുദാൻ. നീ എന്നെ ഇങ്ങോട്ട് എന്താണോ ചെയ്യുന്നത് അതുപോലെ നിന്നെ അല്ലാഹ് അങ്ങോട്ടങ്ങ് ചെയ്യും. നിനക്ക് എങ്ങനത്തതാ വേണ്ടത് അതുപോലെ നീ എന്നെ ചെയ്തോ. സുബ്ഹാനല്ലാഹ്, സഈദ് റളിയല്ലാഹു അൻഹു പകതർച്ചയില്ല. അപ്പോഴാ ഹജ്ജാജ് പറയുന്നു ഞാൻ നിനക്ക് വിട്ടുവീഴ്ച ചെയ്യണമെന്ന് നീ എന്നോട് പറയോ. ഉടനെ തന്നെ സഈദ് റളിയല്ലാഹു അൻഹു അല്ലഫു ബിന്നില്ല വയുർജാ മിൻഹുൽ അഫു, വിട്ടുവീഴ്ച ഞാൻ എന്റെ റബ്ബായ അല്ലാഹുവിങ്കൽ നിന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ഹജ്ജാജ് പറഞ്ഞു അവനെ ഇങ്ങ് പിടിക്കിറക്കൂ, അവിടെ നിങ്ങൾ നല്ല നല്ല ഒരു വലിയ തോല് വിരിക്കൂ, അവനെ അങ്ങ് കൊല്ലൂ പട്ടാളക്കാരി. അതങ്ങ് പറഞ്ഞപ്പോ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു പുഞ്ചിരിച്ചു. സഈദ് റളിയല്ലാഹു അൻഹു പുഞ്ചിരിക്കുന്നത് കണ്ടപ്പോ ഹജ്ജാജ് ചോദിക്കുന്നു അതാ അവനെങ്ങോട്ട് മടക്കി വിളിക്കും. അതെ, എന്താണല്ലോ ഈ സമയത്ത് നീ പുഞ്ചിരിക്കാൻ കാരണം? ഇത് ചിരിക്കേണ്ട സമയമല്ലല്ലോ, നീ എന്തേ ചിരിക്കാൻ കാരണം? മഹാനവറുകളെ മറുപടി അഅജബനി ജിത്റാഉക വഹിൽമു റബ്ബിക അൻത അജ്റഉ അലന്നാരി വല്ലാഹു അഅലമു. ഞാൻ ചിരിക്കാൻ കാരണം നിന്റെ ഒരു ധൈര്യം കണ്ടപ്പോ, നിന്റെ ഒരു വിവരക്കേട് കണ്ടപ്പോ, നിന്റെ റബ്ബിന്റെ ഒരു ഹിൽമ് കണ്ടപ്പോ. ഇതൊക്കെ തെറ്റിയിട്ടു അള്ളാഹ് പിന്നെയും നിന്നെ ഭരണാധികാരിയാക്കി വെച്ചിരിക്കല്ലേ, നിന്നെ ഈ സ്ഥാനത്തിരുത്തിയിരിക്കല്ലേ. അള്ളാന്റെ ഒരു സഹനം കണ്ടപ്പോ, നിന്റെ ഈ ധൈര്യം കണ്ടപ്പോ ഞാൻ ചിരിച്ചുപോയി. പക്ഷേ തീ കുണ്ടാരത്തിന്റെ മേലെ നിനക്കെന്തൊരു ധൈര്യമാണ്. അല്ലാഹ് വല്ലാത്ത ഹിൽമുള്ളവൻ തന്നെ. കിടത്തടോ അവനെ, കൊല്ലൂ അവനെ. സഈദ് ഇബ്നു ജുബൈർ തങ്ങളെ കിടത്താൻ വേണ്ടി പറയുമ്പോ മഹാനവർകൾ മുഖം കൊണ്ട് ഖിബിലയിലേക്ക് തിരിഞ്ഞങ്ങ് കിടന്നിട്ട് വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള ഹനീഫൻ വമാ അന മിനൽ മുശ്രികീൻ. എന്റെ ശരീരം ആകാശഭൂമികളെ പടച്ച റബ്ബിലേക്ക് എല്ലാ തെറ്റായ ആശയങ്ങളെയും വിട്ടുകൊണ്ട് ഞാനിതാ
തിരിച്ചിരിക്കുന്നു. ഞാൻ അല്ലാഹുവിൽ ഒന്നിനെയും പങ്കു ചേർക്കുന്നവനല്ല എന്ന് ഖിബിലക്ക് തിരിഞ്ഞങ്ങ് കിടന്ന് പറഞ്ഞപ്പോ സുബ്ഹാനല്ലാഹ്, ഹജ്ജാജിന് ദേഷ്യം കൂടുകയാണ്. അവൻ പറയുന്നു, ഹവ്വിൽ വജ്ഹഹു അനിൽ ഖിബിലത്തി, ഖിബിലക്ക് തിരിയാൻ വിടല്ല അയാളെ പിടിച്ചിങ്ങോട്ട് തിരിക്കൂ. അപ്പൊ ഹജ്ജാജ് ഇബ്നു യൂസുഫിനെ പിടിച്ചു തിരിക്കും. അതേ സഈദ് ഇബ്നു ജുബൈർ തങ്ങളെ പിടിച്ചു തിരിക്കുമ്പോ മഹാനവറുകൾ വേറൊരായത്ത് ഓതുന്നു, വലില്ലാഹിൽ മശ്രിഖു വൽ മഗ്രിബു ഫൈനമാ തുവല്ലൂ ഫസമ്മ വജ്ഹുല്ലാഹ്. അല്ലാഹ് പറഞ്ഞില്ലേ, നിങ്ങളെങ്ങോട്ട് തിരിഞ്ഞാലും പടച്ചവന്റെ പൊരുത്തമുണ്ട്. എല്ലാ സ്ഥലത്തും വജ്ഹിന് മുഖമെന്നല്ല അർത്ഥം കേട്ടോ. അങ്ങനെ തെറ്റിദ്ധരിച്ച ചിലരുണ്ട്. റബ്ബ് അവരെ നന്നാക്കട്ടെ. ഇപ്പോഴതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. കുല്ലു ശൈഇൻ ഹാലികുൻ ഇല്ലാ വജ്ഹഹു, എല്ലാം നശിച്ചു പോകുന്നതാണ്, അല്ലാഹുവിന്റെ വജ്ഹ് ഒഴികെ എന്ന് ഖുർആനിലുണ്ട്. പടച്ചവന്റെ മുഖമൊഴിച്ച് ബാക്കിയൊക്കെ നശിച്ചു പോകുമെന്ന് പറഞ്ഞാൽ അവൻ ഇസ്ലാമെന്ന് പുറത്തല്ലേ? അപ്പൊ അല്ലാഹു അല്ലാത്ത മറ്റെല്ലാം അതാ നശിക്കുമെന്നാണ് അതിനർത്ഥം. അതാണ് വയബ്ഖാ വജ്ഹു റബ്ബിക എന്ന സ്ഥലത്ത് ഇമാമിങ്ങളൊക്കെ വിവരിച്ചത് അല്ലാഹു അവശേഷിക്കുമെന്നാണ് അതിനർത്ഥം. അല്ലാഹന്റെ മുഖം അവശേഷിക്കുമെന്ന്. പടച്ചവൻ അങ്ങനെ അവയവങ്ങളുള്ളവനല്ല. അങ്ങനെ ഒരു വിശ്വാസത്തിൽപ്പെട്ട ആരും ഈമാൻ കിട്ടാതെ മരിച്ചു പോകരുതേ. ഐനമാ തുവല്ലൂ ഫസമ്മ വജ്ഹുല്ലാഹ്. വജ്ഹന്നഹാർ എന്ന് പരിശുദ്ധ ഖുർആനിലുണ്ടത് പകലിന്റെ മുഖമെന്നല്ല. അപ്പൊ വജ്ഹി എന്നതിന് പല അർത്ഥങ്ങളുമുണ്ട്. ഇപ്പോഴതിലേക്ക് കടക്കുന്നില്ല. ബഹുമാനപ്പെട്ട സഈദ് ഇബ്നു ജുബൈർ തങ്ങൾ ഈ ആയത്തങ്ങോതിയപ്പോ എന്നാൽ അവനെ നിലത്തിട്ടങ്ങ് വലിച്ചോ എന്ന് ഹജ്ജാജ് ഓർഡർ ചെയ്തപ്പോൾ നിലത്തങ്ങ് തള്ളിയിടുന്ന സമയത്ത് ബഹുമാനപ്പെട്ട സഈദ് ഇബ്നു ജുബൈർ തങ്ങൾ മറ്റൊരായത്തോതുകയാണ്, മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റാ. നീ എന്നെ മണ്ണിൽ തള്ളിയിട്ടിട്ട് എന്താണോ? ഭൂമിയിൽ നിന്നല്ലേ മനുഷ്യനല്ല മണ്ണിൽ നിന്നല്ലേ പടച്ചത്, അങ്ങോട്ടല്ലേ മടക്കുന്നത്, അതെ അതിൽ നിന്നല്ലേ പടച്ചത്, അങ്ങോട്ടല്ലേ മടക്കുന്നത്. ആ മണ്ണിൽ നിന്ന് മനുഷ്യനെ അല്ല വീണ്ടും ജീവിപ്പിച്ച് പുറപ്പെടുവിക്കുമെന്ന് അല്ല പറഞ്ഞിട്ടില്ലേ? ഹജ്ജാജിന് നിർവാഹമില്ല. വല്ലാത്തൊരുറപ്പും ഈമാനും വല്ലാത്ത ഭക്തിയും കറാമത്തുമുള്ള മഹാൻ തന്നെ. അവന്റെ കഴുത്തിൽ കൈവച്ച് കത്തിവെച്ച് നിങ്ങൾ വെട്ടൂ എന്ന് ഹജ്ജാജ് അങ്ങ് പറഞ്ഞപ്പോ അവനെ അനുസരിക്കുന്ന കക്ഷികൾ മഹാനായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു കഴുത്തങ്ങറുത്തു. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ ദിക്ർ ഇങ്ങനെ ചൊല്ലുന്നു. മഹാനവറുകളെ കൊല്ലപ്പെട്ടു പോയി. പക്ഷേ ആ സമയത്തൊരു പ്രാർത്ഥന നടത്തിയിട്ടുണ്ട്. അല്ലാ, ഇനിയൊരു പണ്ഡിതന്റെ ശരീരത്തിൽ കൈവെക്കാൻ ഇവൻ അവസരം കൊടുക്കരുതേ അല്ലാ. 15 ദിവസത്തോളം കഴിയുമ്പോഴേക്ക് ഹജ്ജാജിന് രോഗം വന്നുപോയി. ഹജ്ജാജിന്റെ കഴുത്താരോ പിടിച്ച് ഞെരിക്കുന്നത് പോലെ അവനിങ്ങനെ ഉറക്ക വിളിച്ചു പറയുന്നു, ദഊഅന്നീ സഈദ് ഇബ്നു ജുബൈർ. അതേ സഈദ് ഇബ്നു ജുബൈറിനെ ഒന്ന് പിടിച്ചു മാറ്റിത്തരൂ. ഇവനിങ്ങനെ വിഷമിച്ച് കഴുത്തു ഞെരുക്കും പോലെ വിഷമിക്കുമ്പോ ആളുകൾ ചോദിക്കുന്നു, എന്താ സംഗതി? സഈദ് ഇബ്നു ജുബൈർ ഇതാ, ഹാദാ സഈദ് ഇബ്നു ജുബൈർ, സഈദ് ഇബ്നു ജുബൈർ ഇതാ യാഖിദും ബിഖനാഖി, എന്റെ കഴുത്ത് പിടിക്കുന്നു, എന്റെ കഴുത്ത് പിടിക്കുന്നു, ഒന്ന് മാറ്റിത്തരൂ, ഒന്ന് മാറ്റിത്തരൂ പറഞ്ഞുകൊണ്ട് അവനങ്ങ് ജീവൻ പോയി. ഓ
സഹോദരന്മാരെ, തബാറകസ്മു റബ്ബികദിൽ ജലാലി വൽ ഇക്റാം. ഏത് സ്വർഗത്തിന്റെ അനുഗ്രഹത്തെക്കാളും വലുത് അല്ലാഹുവിനെ ഓർമ്മിക്കുന്ന, അല്ലാഹുവിനെ ദിക്ർ ചൊല്ലുന്ന, അല്ലാഹുവിനെ സ്മരിക്കുന്ന, അവനെ സ്നേഹിച്ചുകൊണ്ട് അവന് ഇഷ്ടപ്പെട്ട വാചകങ്ങൾ പറയുന്നതിലും ചൊല്ലുന്നതിലും അല്ലാഹുവിലേക്ക് കൈയുയർത്തുന്നതിലുമാണ് കേട്ടോ. ആ റബ്ബിലേക്ക് ഖൽബ് തിരിച്ച് ജീവിക്കണം. അതിന്റെ പ്രചോദനമാണ് ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ. അല്ലാഹുവിലേക്ക് ഖൽബ് തിരിക്കാനുള്ള പ്രചോദനമാണ്. എന്ത് കാണുമ്പോഴും അവനല്ലേ ഇതുണ്ടാക്കിയത്, എന്ത് കിട്ടുമ്പോഴും അവനല്ലേ തന്നത്, എന്ത് കിട്ടുമ്പോഴും അതല്ലേ ആരിഫീകൾ ചൊല്ലി ചൊല്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ